അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് ഇത്രയെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടും ഖുദ്സിന്റെ മണ്ണിലെത്തിയപ്പോ, ഖുദ്സിന്റെ ഭൂമിയിലെത്തിയപ്പോ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പനയുണ്ടാവുകയാണ്. ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്ത് ആ നാടവരുടെ വാഗ്ദത്ത ഭൂമി കൈക്കലാക്കാൻ കൽപ്പനയുണ്ടാവുകയാണ്. ആ മനുഷ്യരുടെ മറുപടി എന്താണ്? ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. മൂസ, ഞങ്ങൾ വരൂലട്ടോ, ഞങ്ങൾ പ്രവേശിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, നീയും നിന്റെ റബ്ബും പോയി പോരാടിക്കൊള്ളുക. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം. നിങ്ങൾ പോരാട്ടം ജയിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ജിഹാദിലേക്കുള്ള, ആദ്യത്തെ സമർപ്പണത്തിലേക്കുള്ള വിളിയുണ്ടായപ്പോ പച്ചയായ ധിക്കാരം കാണിച്ച ആ ജൂത സമുദായത്തിന്റെ, ആ സമുദായത്തിന്റെ ഒന്നാം തലമുറക്ക് പകരം ഈ ഉമ്മത്തിന് കാണിക്കാനുള്ള സമുദായം ഏതാണ് പ്രിയപ്പെട്ടവരെ? ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോ ഒട്ടിയ വയറുകളും മുന്തിയ വാരിയല്ലുകളും കുഴിഞ്ഞുപോയ കല്ലുകളും കുഴിഞ്ഞുപോയ കണ്ണുകളുമായി ആകെ അവശരായ നിലയിൽ അവർ ഈ ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയപ്പോ അപ്പുറത്തവരെ കാത്തു നിൽക്കുന്നത് സർവസന്നാഹങ്ങളുമുള്ള സൈന്യമാണ്. തിന്നും കുടിച്ചും രസിച്ചും കൂത്താടിയും നൃത്തമാടിയും വരുന്ന, ആ മദീനയെ മുഴുവൻ ചൂടും നശിപ്പിക്കാൻ തയ്യാറെടുത്തു വരുന്ന, എന്തിനും തയ്യാറായി വരുന്ന ശത്രുക്കളാണ് അവരുടെ മുന്നിലുള്ളത്. ആ യുദ്ധത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടപ്പോ അത്ഭുതങ്ങൾക്ക് അവർക്ക് കാണിക്കപ്പെട്ടിട്ടില്ല. ഹിജ്റയിൽ അത്ഭുതങ്ങൾ കാണിക്കപ്പെട്ടിട്ടില്ല. പല സ്വഹാബികളും നഗ്നബാധരായിട്ടാണ് ഹിജ്റ ചെയ്തത്. പല സ്വഹാബികളും കാൽനടയായിക്കൊണ്ടും അതുപോലെ തന്നെ പല തീവ്രമായ ത്യാഗങ്ങൾ സഹിച്ചിട്ടുമാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. മൂസാ നബിയുടെ ഉമ്മത്തിന് കാണിക്കപ്പെട്ടതുപോലെയുള്ള അത്ഭുതങ്ങൾ ഹിജ്റയിൽ അവർ കണ്ടിട്ടില്ല. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ഭൂമിയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടപ്പോ അവർ പറഞ്ഞിരുന്നാണെന്നറിയുമോ? ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്ന, വായിക്കുമ്പോൾ ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്കും രോമാഞ്ചമുണ്ടാകുന്ന, അഭിമാനബോധമുണ്ടാകുന്ന ചരിത്രമാണ് ഒന്നാം തലമുറ കൊടുത്തത്. എന്താ അവർ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെയുള്ള മറുപടി ഞങ്ങൾ പറയില്ല നബിയെ. അത്തരത്തിലുള്ള വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കുക, ഞങ്ങളുടെ പക്കൽ നിന്ന് അങ്ങ് കേൾക്കുകയില്ല. ബർത്തുൽ ഗിമാദിലേക്കാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ മടികൂടാതെ നഗ്നബാധരായിട്ടാണെങ്കിലും അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ തയ്യാറാണ്. ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളെ ഭേദിച്ച് സഞ്ചരിക്കാനാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയെ മടികൂടാതെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തുല്യതയില്ലാത്ത ചരിത്രം ധരിച്ച ഒന്നാമത്തെ തലമുറയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്റെ പൂർവികരുണ്ടല്ലോ. ആ പൂർവികൾ ഈ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ ബഹുമതിയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവിടെയും അവസാനിച്ചില്ല. ഈ രണ്ട് പ്രവാചകന്മാരുടെ മരണം ചരിത്രത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം എങ്ങനെയാണ്? അബാരിയും പർവ്വതനിരകളിലെ മുവാബ് മലക്ക് മുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യശ്വാസം വലിക്കുമ്പോ, കാലഗതി പ്രാപിക്കുമ്പോ അദ്ദേഹം നോക്കിയിരുന്നത് ആ വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. തന്റെ ജനതയുടെ, തന്റെ കൗമിന്റെ, തന്റെ ഉമ്മത്തിന്റെ അനുസരണക്കേട് കാരണം അള്ളാഹു 40 കൊല്ലത്തേക്ക് നിഷിദ്ധമാക്കിയ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറാൻ ഭാഗ്യം ലഭിക്കാതെ, ആ വാഗ്ദത്ത ഭൂമിയിലൊന്ന് നമസ്കരിക്കാൻ, അതിലൊന്ന് സുജൂദ് ചെയ്യാൻ, ഖുദ്സിന്റെ ഭൂമിയിലൊന്ന് സുജൂദ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാതെ സങ്കടത്തോടെ ആ ഭൂമി കണ്ടുകൊണ്ട് മരണപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വേദനയോടെ, സങ്കടത്തോടെ ഈ ലോകത്തിൽ നിന്ന് കാലഗതി പ്രാപിച്ച ആ പ്രവാചകൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അന്ന് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് സ്വഹാബത്ത് സഫ് കെട്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം അവസാനമായി കണ്ട സ്വഹാബികൾ പറയുന്നുണ്ട്, പൂർണ്ണനിലാവിനെ പോലെ ശോഭിക്കുന്ന, സന്തോഷം കൊണ്ട് തിളങ്ങുന്ന മുഖമായിരുന്നു അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. എന്താണ് കാരണം? 2.5 പതിറ്റാണ്ട് കാലത്തെ തന്റെ വിയർപ്പിന്റെ, തന്റെ പരിശ്രമത്തിന്റെ, തന്റെ പ്രയത്നത്തിന്റെ ഫലമായി താൻ ഉദ്ദേശിച്ചതുപോലെയുള്ള, താൻ ഉദ്ദേശിച്ചതിനേക്കാൾ മികച്ച ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ സാധിച്ചുവല്ലോ എന്നുള്ള നിർവൃതിയാണ്
തൃപ്തിയാണ്, സംതൃപ്തിയാണ്, സന്തോഷമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പ്രകടമായി കണ്ടത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ മരണപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സങ്കടം നൽകാൻ കാരണക്കാർ ആ സമുദായത്തിലെ ഒന്നാം തലമുറക്കാരാണ്. എന്നാൽ സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ, നിർവൃതിയോടെ, സംതൃപ്തിയോടെ മരണപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്തോഷം ലഭിക്കാൻ, ആ സംതൃപ്തി ലഭിക്കാൻ കാരണക്കാരായത് ഈ ഉമ്മത്തിലെ ഒന്നാം തലമുറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ 4 കാരുണ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ, ഈ 4 കാരുണ്യത്തെ കുറിച്ച് നമ്മൾ വാചാലരാകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച കാരുണ്യം കിട്ടണമെങ്കിൽ ഈ 4 വഴികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഈ 4 മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അള്ളാന്റെ റസൂലിനെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുന്നിടത്ത് മാത്രമേ ഈ ഉമ്മത്തിന് കാരുണ്യം ലഭിക്കുകയുള്ളൂ, ഈ ഉമ്മത്തിന് റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. ബിദ്അത്തുകൾ വലിച്ചെറിയുക, പുത്തനാചാരങ്ങൾ വലിച്ചെറിയുക, അനാചാരങ്ങൾ വലിച്ചെറിയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് ജീവിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ ആ അന്ന് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യവർഷം ഈ ഉമ്മത്തിനുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അള്ളാഹു നിശ്ചയിച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴാണോ ഈ ഉമ്മത്ത് തയ്യാറാകുന്നത്, റിയാ മാറ്റിവെച്ചുകൊണ്ട്, ലോകമാന്യത മാറ്റിവെച്ചുകൊണ്ട്, ആരുടെയെങ്കിലും വായിൽ നിന്ന് വീഴുന്ന ആശീർവാദങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹം അനർഘളമായി വർഷിക്കാൻ ഈ ഉമ്മത്തിന് നേടിയെടുക്കാൻ ഈ ഉമ്മത്തിന് കഴിയുകയുള്ളൂ. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ മാതൃകയാക്കി സ്വീകരിച്ചാൽ മാത്രമേ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലായാലും, ആഘോഷങ്ങളിലായാലും, ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലായാലും ഈ പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പനകൾ അനുധാവനം ചെയ്ത് അതിന്റെ മാതൃകയിലൂടെ ജീവിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ അള്ളാന്റെ റഹ്മത്ത് ഈ ഉമ്മത്തിലേക്ക് പെയ്തിറങ്ങുകയുള്ളൂ. നാലാമതായി ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാന്റെ റസൂലിനെ പിൻപറ്റുമ്പോ, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുമ്പോ നമ്മുടെ ഒന്നാം തലമുറയായ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ആത്മാഭിമാനം ഈ ഉമ്മത്തിന് 10 ഇരട്ടിയാക്കി കൊടുത്ത ആ സമുദായമുണ്ടല്ലോ, ആ സമുദായം സഞ്ചരിച്ച കാൽപ്പാടുകൾ നോക്കി, ആ കാൽപ്പാടുകൾ പിൻപറ്റി ആ സമുദായത്തെ ഏത് ചേതോ വികാരമാണോ നയിച്ചത്, അതേ ചേതോ വികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് ആ സമുദായം ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത്, ഏത് രീതിയിലാണോ പ്രയത്നിച്ചത്, ആ രീതിശാസ്ത്രം മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് പെയ്തിറങ്ങുകയുള്ളൂ. ഈ ഉമ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യം ചെയ്ത, റഹ്മത്ത് ചെയ്ത ഉമ്മത്താണ്. പക്ഷേ ആ റഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഉമ്മത്തിന് കഴിയുന്നില്ല, അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല, സ്വഹാബത്തിന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല, പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും കഴിയുന്നില്ല. അറിയുക, അത് മാത്രമാണ് നമ്മുടെ വിമോചനം. അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ് നമുക്കുള്ള സകല പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിഹാരങ്ങളെ യഥാവിധി സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതി